സുഹൃത്തുക്കളെ, ചോദ്യം വളരെ സിമ്പിളാണ്. ഇവിടെ ഈ ഗരുഡ് എന്ന് പറയുന്ന ആളില്ലേ, മൂപ്പർ എപ്പോഴും നമ്മുടെ മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് തിരുനാവായയില് ആ പുഴക്കരയിൽ എപ്പോഴെങ്കിലൊക്കെ വന്നിരുന്നിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാ സംഖ്യകളും കൂടിയിട്ട് എല്ലാവരും കൂടി എന്റെ നെഞ്ചത്തേക്ക് കയറണ്ട. നമ്മുടെ തിരുനാവായ നമുക്ക് അറിയുന്നൊരു ചരിത്രമാണ് പറയുന്നത് കേട്ടോ, ഐതിഹ്യമല്ല. ചരിത്രം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് മാമാങ്കം നടന്നിരുന്നു. ഈ മാമാങ്കത്തിന്റെ കാര്യങ്ങളും അത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്, ആരൊക്കെ നടന്നത്, എന്തായിരുന്നു അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങള്, സാമ്പത്തികമായിട്ട് എന്തൊക്കെ ഉയർച്ച ഉണ്ടായിരുന്നു, ആർക്ക് ഏതൊക്കെ ബിസിനസ്സുകളാണ് അവിടെ തഴച്ചു വളർന്നിരുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ടും ചരിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. ഇനിയൊരു ഐതിഹ്യം പറയാണ്. നമ്മുടെ ഐതിഹ്യത്തില് നമുക്കൊരു പാലാഴി മഥനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇങ്ങനെ അമൃതകുംഭം അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഗംഭീരമായിട്ടുള്ള മഥനം നടക്കുന്ന സമയത്ത് അവസാനം അമൃതകുംഭം പൊന്തി വരുന്നുണ്ട്. അപ്പോ ഇത് അമൃതം കിട്ടിയ സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇത് കടയാൻ തുടങ്ങിയത്. കാരണം ദേവന്മാര് മാത്രം ശ്രമിച്ച് സാധനം കിട്ടണില്ല, സഹായത്തിന് വേണ്ടി വിളിച്ചതാ. കിട്ടിയാൽ പപ്പാതി തരാമെന്നൊക്കെ ഇരുന്ന അന്നത്തെ ഒരു എന്താ പറയാ വാക്ക്. ദേവന്മാരാണല്ലോ, സോക്കോൾഡ് സനാതന ധർമ്മികളാണല്ലോ, വാക്കൊന്നും നേരം പോലെ പാലിക്കില്ല. അപ്പോ സ്വാഭാവികമായിട്ട് സംഭവിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് അമൃതകുംഭം പൊന്തി വന്നപ്പോ മേലെ അത് നമ്മുടെ ഗരുഡന്റെ കയ്യിലാണ്. ഗരുഡൻ ഇതുമായിട്ട് ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇത് ആർക്ക് കൊടുക്കണമെന്ന് അറിയില്ല. എന്തായാലും അവിടെ തർക്കമാണ്, ഗംഭീരമായിട്ടുള്ള തർക്കമാണ്. ഏകദേശം 12 വർഷത്തോളം നീണ്ടു നിന്നതാണ് ഒരു പാലാഴി മഥനത്തെ കുറിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഐതിഹ്യ കഥ. അങ്ങനെ ഈ 12 വർഷത്തില് ഈ ഗരുഡൻ ഈ അമൃതകുംഭം ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ ഒരുപാട് പറന്ന് നടക്കുമ്പോഴേ ക്ഷീണം വരൂലേ? സ്വാഭാവികമായിട്ട് ക്ഷീണത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലൊക്കെ പോയിട്ട് റെസ്റ്റ് ചെയ്യണം. അങ്ങനെ റെസ്റ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ത്രിവേണി സംഗമം 12 വർഷം കൂടുമ്പോഴുള്ള ഈ ജ്ഞാനസ്നാനങ്ങളല്ലേ ഈ അടുത്ത കാലത്ത് നടന്നിരുന്നല്ലോ, അങ്ങനെയൊക്കെ നടക്കുന്നത്. ഒന്ന് ഹരിദ്വാറിലാണ്, ഒന്ന് അലഹാബാദിലാണ്, വേറൊന്ന് നടക്കുന്നത് നമ്മുടെ ഉജ്ജയിനിയിലാണ്, പിന്നെ നാസിക്. അങ്ങനെ 3-4 സ്ഥലത്താണ് അത്ര നമ്മുടെ ഗരുഡൻ പോയി ഇരുന്നത്. ഈ അമൃതകുംഭവുമായിട്ട് ഗരുഡൻ പോയി ഇരുന്ന സമയത്ത് ഈ അമൃതകുംഭത്തിൽ നിന്ന് അല്പല്പൊക്കെ അവിടേക്ക് ഇങ്ങനെ തെള്ളി വീണു. നിറകുടല്ലേ, അപ്പൊ അതിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തെള്ളി വീണു. ആ തെള്ളി വീണ സ്ഥലത്തേക്കാണ് പിന്നീട് ഈ 12 വർഷം കൂടുമ്പോ ആളുകളൊക്കെ എത്തുന്നത്. ഇപ്പൊ വരാട്ടാ, 12 വർഷം കൂടുമ്പോ ആളുകളൊക്കെ എത്തുന്നത്. അപ്പൊ ഈ 12 വർഷം കൂടുമ്പോ അവിടേക്ക് വീണ് കഴിഞ്ഞ ഇതിന് ഈ അമൃതത്തിൽ നിന്ന് വീണ് കഴിഞ്ഞ ആ ഒരു എലമെന്റ്സുകളൊക്കെ, ആ ഒരു പാർട്സുകൾ, ചില എന്താ പറയാ അമൃതുകൾ അവിടെ വീണില്ലേ. ഈ 12 വർഷം കൂടുമ്പോൾ ഇതിന്റെ ഒരു ഗുണം അവിടെ ഉണ്ടാവുന്നു, അതിന്റെ എലമെന്റ്സ് ഒക്കെ ആക്റ്റീവ് ആവുമെന്നും അതിന്റെ ഭാഗമായിട്ട് ആ വെള്ളത്തിൽ പോയി കുളിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് ശുദ്ധി ലഭിക്കുമെന്നും നമ്മൾ നേരിട്ട് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് എത്തുമെന്നൊക്കെയാണ് സോക്കോൾഡ് ചില ആളുകളൊക്കെ വിശ്വാസം. ഇതിന്റെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ പോയിട്ട് മുങ്ങാൻ വേണ്ടിയിട്ട് മിക്ക ആളുകളൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ കോളിഫോം ബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ ഈ പറയുന്ന നദികളൊക്കെ അതിഭീകരമാണ്. അല്ലെങ്കിൽ സോക്കോൾഡ് ഇന്ത്യൻസിന്റെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ നദികളൊക്കെ അമ്മയായിട്ടൊക്കെ ആരാധിക്കും. ഇന്ന് അതിനെ സംരക്ഷിക്കോ? 5 പൈസക്ക് സംരക്ഷിക്കില്ല. നശിച്ച് നാരണക്കല്ല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എല്ലാ വേസ്റ്റും അതിലേക്ക് കൊണ്ടുപോയി ഇടും എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു വിഷയം. എന്തൊക്കെയാലും ഞാൻ തുടക്കത്തിൽ ചോദിച്ചത്, മലപ്പുറം ജില്ലയ്ക്ക് ഈ അമൃതകുംഭ് കടയുന്നതിന്റെ ഭാഗമായിട്ട് ഐതിഹ്യത്തിൽ എവിടെയെങ്കിലും ഈ ഒരു ത്രിവേണി സംഗമം പോലുള്ള സംഗതി, മഹാത്രിവേണി സംഗമം പോലുള്ള സംഗതി പോലെ ആ ഒരു ഗരുഡൻ മലപ്പുറം ജില്ലയിലാണോ തിരുനാവായ എവിടെയെങ്കിലും വന്ന് ഇരുന്നിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുവാടാ ഇവൻ ഈ പറയുന്നത്, എന്നാ അന്തപ്പാണ് ഈ പഹയിരുന്ന് പറയുന്നത് ചോദിക്കും. സുഹൃത്തുക്കളെ, നമ്മുടെ മലപ്പുറം ജില്ലയിലത്തെ പറയുകയാണെങ്കിൽ മുസ്ലിം ജനവിഭാഗം ഏറ്റവും കൂടുതലുള്ള ഈ സ്ഥലത്തെ തിരുനാവായ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാമാങ്കം നടന്നിരുന്ന സ്ഥലത്ത് ഇനി ത്രിവേണി സംഗമം നടത്തുമെന്നാണ് ഇപ്പൊ പറയുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടല്ല എന്നൊന്നും ചോദിക്കണ്ട. കൃത്യമായിട്ട് അതിന്റെ പുറകിലൊക്കെ രാഷ്ട്രീയമുണ്ട്. അപ്പോ ഐതിഹ്യത്തില് ഈ ഒരു സ്ഥലം പെട്ടിട്ടില്ല. ഇവിടെ എന്തായാലും ഗരുഡൻ വന്നിരുന്നതുമായിട്ടൊരു ഐതിഹ്യം നമുക്ക് കിട്ടാനില്ല. ചരിത്രമല്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ചരിത്ര പുസ്തകത്തിൽ പരതി നോക്കിയാൽ നമുക്കത് കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ ആ ഭാഗത്തൊക്കെ നമ്മുടെ കേളപ്പിജിയുടെ ഒക്കെ സ്മാരകമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ അടക്കം ചെയ്ത സ്ഥലമൊക്കെ തിരുനാവായ ആ ഒരു പുഴയോരത്തൊക്കെ പോയി നിങ്ങൾക്ക് കാണാൻ കഴിയും. വലിയ ഗംഭീരമായിട്ട് സംരക്ഷിക്കുന്നൊന്നുമില്ല. അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോട് വലിയ സ്നേഹമൊന്നും ആർക്കില്ലല്ലോ. നമ്മൾ ഈ എന്താ പറയുക ഗാന്ധി ജയന്തി സമയത്ത് മാത്രം അതിന് ചുറ്റും വൃത്തിയാക്കുന്ന മാതിരിക്കുള്ള ഏർപ്പാടാണ് അവരോടൊക്കെ നമ്മൾ കാണിക്കുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. തവനൂരൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. എന്തായാലും തവനൂർ തിരുനാവായ ഭാഗങ്ങളിൽ ഇനി ഒരു ത്രിവേണി സംഗമം പോലെ ഇവിടുത്തെ സോക്കോൾഡ് എല്ലാ ഹിന്ദുക്കൾക്കും
എന്ന് വെച്ചാൽ സോക്കോൾഡ് സംഖ്യകൾക്ക് മാത്രം എന്നൊക്കെ പറയേണ്ടി വരും. അവർക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് ജ്ഞാനസ്നാനം നടത്താൻ പറ്റിയ സ്ഥലമായിട്ട്, ഒരു ത്രിവേണി സംഘം പോലുള്ള സ്ഥലമായിട്ട് ഇത് മാറ്റാൻ പോകുന്നു. അതായത് ഐതിഹ്യത്തിലോ ഇവരുടെ വിശ്വാസരേഖകളിലോ എവിടെയും കാണാത്തൊരു സ്ഥലം തെരഞ്ഞെടുത്തത് രസകരമായിട്ട്, ചുമ്മാ ഒരു രസത്തിന് എന്നൊന്നും വിചാരിക്കണ്ട. എങ്ങനെ കേരളം പിടിച്ചടക്കാമെന്നാണ് ലക്ഷ്യം. മനസ്സിലാവില്ലേ? എങ്ങനെ പണി 18 നോക്കിയിട്ട് ഇവിടെയുള്ള സോക്കോളും BJP-ക്കാരെ സംഖ്യകളെയും 5 പൈസയ്ക്ക് വിലയില്ല എന്ന് മാത്രമല്ല, ഇവർക്ക് ആകെ കിട്ടുന്നത് ആക്ഷേപവും കളിപ്പിക്കലും മാത്രമാണ്. അല്ലെ? ആകെ കിട്ടുന്ന ആക്ഷേപവും കളിപ്പിക്കലും മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് ഇവിടുത്തെ ആളുകളുടെ ഇടയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കാം എന്നാണ് ഇപ്പൊ അവർ ആലോചിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ശബരിമലയുടെ മേലെ കുറെ പിടിച്ചു നോക്കി. അതൊരു സുവർണ അവസരമായിട്ട് അവർ കുറെ ശ്രമിച്ചു നോക്കി, നടന്നില്ല. ഇപ്പൊ അത് വീണ്ടും ശ്രമിച്ചു നോക്കി. അപ്പൊ കുടുങ്ങിയതാവത്തെ കുറച്ച് നമ്പൂരിമാരും പോറ്റിമാരാണ് കുടുങ്ങിയത്. ഈറ്റള വീട്ടിക്കൊന്നും ഇവന്മാർ സമരം ചെയ്യുന്നില്ല. മനസ്സിലാക്കണം. ഏത് ഉന്നതകുല ജാഥ നടത്തിയ മോഷണമല്ല. സോക്കോൾ ഉന്നതകുല ജാഥന്മാരല്ലാത്തവരൊക്കെ നടത്തുന്ന മോഷണങ്ങളൊക്കെ മോഷണങ്ങളാണ് എന്നാണ് ഇവരെ പുതിയ കണ്ടെത്തലുകളൊക്കെ. എന്തായാലും ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഇനി എങ്ങനെയാണ് ആളുകളുടെ ഇടയിലേക്ക്, സോക്കോൾ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഹിന്ദുവിസം തിരികെ കയറ്റാം, ഇതൊരു സെമറ്റിക് ആയിട്ട് എങ്ങനെ മാറ്റാം എന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ്, ചില ഇക്കണോമിക്സിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് നമ്മുടെ തിരുനാവായയിൽ ഇവർ നടത്താൻ തീരുമാനിക്കുന്നത്. അപ്പോൾ മഹാസംഗമത്തിന് ഇനിയിപ്പോ എവിടെ പോണ്ട? നമ്മൾ മേലെ പറഞ്ഞ ഹരിദ്വാറിലേക്കോ, നമ്മുടെ പിന്നെ ഏതാ ത്രിവേണി സംഗമത്തിലേക്കോ, ഉജ്ജയിനിലേക്കോ, പിന്നെ വേറെ സ്ഥലം കൂടി ഉണ്ടല്ലോ നാസിക്കിലേക്കൊന്നും പോണ്ട. അവിടേക്കൊന്നും പോണ്ടെന്നേ. ഇവിടേക്കൊക്കെ പോണ ഗുണം ഇവിടെ ഒന്ന് മുങ്ങിയാ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ ആളുകള് ആ ഒരു 12 വർഷം കൂടുമ്പോഴുള്ള ആ ഒരു സ്ഥലത്തിലേക്ക് പോകും. പിന്നെ 6 വർഷം കൂടുമ്പോൾ ഉണ്ടാവും. പിന്നെ 6 മാസം കഴിഞ്ഞ അവിടുത്തെ സ്നാനസ്നാവും. 6 മാസം കഴിഞ്ഞ പിന്നെ മാസത്തിൽ അവിടെ കുളിക്കുന്ന ഏർപ്പെടാവും. പിന്നെ ദിവസം കുളിച്ചു കഴിഞ്ഞാൽ പുണ്യം കിട്ടുന്ന രീതിയിലാവും. അങ്ങനെ ഒരു മഹാസൊക്കോള് ഹിന്ദു സംഗമ ഭൂമിയായിട്ട് തവനൂർ അല്ലെങ്കിൽ തിരുനാവായ മലപ്പുറം ജില്ലയിൽ മാറും. പതുക്കെ ആണ് അവർ കയറുകയുള്ളൂ. അവരങ്ങനെ പതുക്കെ മതി എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇതിൽ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഞാൻ നിർത്തി ഇത്രയൊക്കെ പറയുന്നുള്ളൂ. ബൈ.